ഹായ്. സെയിൽസ് ടിപ്പ് സീരീസിൻ്റെ ഈ 14ാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല സെയിൽസ്മാന് ഉണ്ടായിരിക്കേണ്ട 10 ഗുണങ്ങളെക്കുറിച്ചാണ്. ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി, ദ സ്റ്റാർ ക്രിയേറ്റർ. സെയിൽസ് ടിപ്പ് സീരീസിൻ്റെ ഈ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട 10 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ 10 എണ്ണത്തിൽപ്പെട്ട 5 എണ്ണം മാത്രമാണ് ഈ എപ്പിസോഡിലൂടെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഗുണം, ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ടത് ഹൈ എനർജിയാണ്. എന്ന് പറയുമ്പം സെയിൽസ് എന്ന് പറയുന്നത് വളരെ ആക്ഷൻ ഇൻവോൾവ്ഡ് ആണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൽ നിരന്തരം ഉണ്ടായിരിക്കണം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫേർട്ട്, നമ്മൾ ആ ഗോളിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എഫേർട്ട് നമ്മൾ കൃത്യമായിട്ട് രൂപീകരിക്കും. ആ കൃത്യമായിട്ട് നമ്മൾ രൂപം നൽകിയിട്ടുള്ള ആ എഫേർട്ടിൽ നമ്മൾ വളരെ നന്നായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ ആക്ട് ചെയ്യണമെങ്കിൽ ആ സെയിൽസ്മാന്, ആ വ്യക്തിക്ക് നല്ല എനർജി ഉണ്ടായിരിക്കണമെന്ന്. ചില വ്യക്തികൾ നമ്മൾ കാണാറുണ്ട്, രാവിലെ വളരെ ആവേശത്തോടു കൂടി സെയിൽസിലേക്ക്, മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുമെങ്കിലും മണിക്കൂറുകൾക്കകം അവരുടെ ആവേശം ഇല്ലാതാകുന്നത് നമുക്ക് കാണാം. അതുപോരാ, എനർജി വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി, അതല്ലെങ്കിൽ എത്ര സമയമാണോ ആ സെയിൽസ് ക്ലോസിങ്ങിന്, അന്നത്തെ വർക്കിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നത്, ആ ദിനം ആ ഡ്യൂട്ടിയിൽ മുഴുവനും അവരുടെ ഹൈ എനർജി ലെവൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നല്ല സെയിൽസ്മാൻ ആകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ഫോക്കസ് ആണ്. എന്താണോ നിങ്ങൾ രൂപം നൽകിയിട്ടുള്ള ഗോള്, ആ റിസൾട്ട് ഗോളിലേക്ക് എത്താൻ ആവശ്യമായ എന്തൊക്കെ സ്ട്രാറ്റജികളാണോ നിങ്ങൾ രൂപം നൽകിയിട്ടുള്ളത്, ആ സ്ട്രാറ്റജി നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകളും അതിനാവശ്യമായുള്ള പഠനങ്ങളും നിങ്ങൾ നടത്തിയിട്ടുണ്ടാകും. നിങ്ങൾ നേടിയെടുത്ത അറിവുകളിൽ നിന്ന്, ആ പഠനങ്ങളിൽ നിന്ന് നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ള എഫേർട്ട് ഗോളിലൂടെ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ നടത്തേണ്ട പ്രവർത്തനത്തിലൂടെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ വഴിയിൽ നിന്ന്, ആ മേഖലയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തെറ്റാതെ ഏതാണോ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യേണ്ട സെയില്, എത്രയാണോ നിങ്ങൾ ആ ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ വീക്കിലേക്ക്, ആ ആഴ്ചയിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, അതിലൊക്കെ നിങ്ങളുടെ ബദ്ധശ്രദ്ധയുണ്ടാകുകയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറാതെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴുമാണ് കൃത്യമായി ആ സെയിൽസിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക. അതിൽ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. മൂന്നാമത്തേത് ഫിയർലെസ് എന്നാണ്, പേടിയില്ലാത്തവനാക്കുക എന്നുള്ളത്. സാധാരണ സെയിൽസ് ടെക്നിക്സ് പഠിപ്പിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ആർ യു എ ലയോൺ ഓർ എ ലാം? നിങ്ങളൊരു സിംഹത്തിന്റെ മാനസികാവസ്ഥയുള്ള ആളാണോ, അതല്ല എങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇടയനെ കാത്തിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെയാണോ എന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് സെയിൽസ് ക്ലോസ് ചെയ്യാനാണോ, ഏത് പ്രോസ്പെക്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണോ ഇന്ന് പോകുന്നത് എങ്കിൽ കൃത്യമായി നിങ്ങൾ ഭയമില്ലാത്തവനും നിങ്ങൾ സെൽഫ് കോൺഫിഡൻറ്റുമായിരിക്കണം. അവിടെ നിങ്ങൾ ഞാൻ പോയാൽ നടക്കുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് നിങ്ങൾ ആ സെയിൽസ് ക്ലോസിങ്ങിന് അല്ലെങ്കിൽ ആ പ്രോസ്പെക്റ്റിനെ കാണുന്നതിന് വേണ്ടി, അയാളെ കൺവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പുറപ്പെടുന്നത് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്കത് സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ഞാൻ ഉദ്ദേശിച്ചാൽ നടക്കുമെന്നും എനിക്ക് പറ്റുമെന്നുമുള്ള ഒരു അഫർമേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനാണ് സാധാരണ പറയാറ്, ഇത്തരം കാര്യങ്ങൾക്ക് എന്ന് വേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദൗത്യത്തിന് നിങ്ങൾ പുറപ്പെടുമ്പോഴും അഫർമേഷൻ വിത്ത് എ ബൂസ്റ്റർ ആക്ഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കത് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റൊണാൾഡോ
ഒരു കിക്ക് എടുക്കുന്നതിന് മുമ്പ് 2 കാലുകളും അകത്തി വെച്ച് ഒരു ദീർഘശ്വാസം എടുക്കുന്നത്, അത് അദ്ദേഹം ബൂസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ തന്നെ ആ പ്രവർത്തനത്തിലൂടെ, ആ ആക്ഷനിലൂടെ ഒരു അഫർമേഷൻ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിന് അദ്ദേഹം കൊടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും സാധിക്കും നല്ലൊരു സെയിൽസ്മാൻ ആകാൻ. 4-മത്തത് അർജൻസി ആൻഡ് പേഴ്സിസ്റ്റൻസ് എന്നാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി, ഒരു പ്രോസ്പെക്റ്റിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി, സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് എത്രയും വേഗം സാധിച്ചെടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം. അതല്ലാതെ അത് ലാഗ് ചെയ്ത്, അത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ആ പ്രോസ്പെക്റ്റ്, ആ കസ്റ്റമർ കൂൾ ഓഫ് പൊസിഷനിലേക്ക് എത്തും. വീണ്ടും അദ്ദേഹത്തെ ഹീറ്റാക്കി നിങ്ങളുടെ ക്ലോസിംഗ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഏത് ദൗത്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്, ആ കാര്യം ഏറ്റവും ഭംഗിയായി, ഏറ്റവും നന്നായി, ഏറ്റവും ആദ്യത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ നല്ലൊരു സെയിൽസ്മാൻ ആണ്. 5-മത്തേത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. എപ്പോഴും ഒരു സെയിൽസ്മാൻ, ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും സെൽഫ് കോൺഫിഡൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെയിൽസ് ഈസ് നത്തിങ് ബട്ട് ദ ട്രാൻസ്ഫറിങ് ഓഫ് എന്തൂസിയാസം ഫ്രം ദ സെല്ലർ ടു ദ ബയർ എന്ന്. ആ സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് പകർന്നു നൽകുന്ന ഒരു ഉത്സാഹമാണ്, ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ സെയിൽസ് അഥവാ വിൽപ്പന എന്ന് പറയുന്നത്. അങ്ങനെ അതവിടെ സാധ്യമാകണമെങ്കിൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, അതിനുള്ളൊരു മാധ്യമമാണ് നിങ്ങളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോസ്പെക്റ്റ്, നിങ്ങളുടെ കസ്റ്റമറും ആ ഒരു തലത്തിലേക്ക് എത്തുകയും ആ രണ്ടാളുടെയും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവിടെ ഒരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കുകയും ആ അന്തരീക്ഷം നിങ്ങളുടെ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിൽ വളരെ എളുപ്പമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ടും ഒരു നല്ല സെയിൽസ്മാന്, ഒരു മാർക്കറ്റിംഗ് നടത്തുന്ന ആൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ ദിവസം മുഴുവനും നിങ്ങളുടെ ആ പർപ്പസിൽ, നിങ്ങളുടെ ആ ജോലിയിൽ പൂർണ്ണമായും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സെയിൽസ്മാൻ ആയിട്ട് മാറാൻ കഴിയും. നിങ്ങളുടെ ടാർഗറ്റ് വേഗത്തിൽ അച്ചീവ് ചെയ്യാൻ കഴിയും. അതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു വെരി മച്ച്.